കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വലിയ സെന്റൻസസ് പറയാനാണ് പഠിച്ചത്, ഓർക്കുന്നില്ലേ? അന്ന് നമ്മൾ വെൻ, വൈൽ, ബിഫോർ, ആഫ്റ്റർ, ബൈ ദ ടൈം ഇതെല്ലാം ഉപയോഗിച്ചാണ് ഈ ലോങ് സെന്റൻസസ് ഉണ്ടാക്കിയത്. ഇന്നും നമ്മൾ വലിയ സെന്റൻസസ് തന്നെയാണ് പറയാൻ പോകുന്നത്. പക്ഷെ ഇന്ന് ജോയിൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു സെറ്റ് ഓഫ് കണക്ടേഴ്സിനെയാണ്. ഇതെവിടെ കാണാലോ? ബട്ട്, യെറ്റ്, ഓൾദോ, ഹൗഎവർ, ഇൻ സ്പൈറ്റ് ഓഫ്, ഈവൻ ഇഫ്. ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഓൾദോ പോലെ നമ്മൾ ദോ, അതുപോലെ ഈവൻ ദോ ഇതും കാണും. അതുപോലെ ഇൻസ്പൈറ്റ് ഓഫ് പോലെ തന്നെ ഡിസ്പൈറ്റിന്റെ യൂസും നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇതെല്ലാം തമ്മിൽ വളരെ ചെറിയ വ്യത്യാസമേ ഉള്ളൂ അർത്ഥത്തിന്റെ കാര്യം വരുമ്പോൾ. പക്ഷെ ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ അതിന്റെ പാറ്റേൺസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് മുൻപ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ, അതാണ് ഇതാ ഇവിടെ നോക്കുന്നത്. ആദ്യത്തേത് രണ്ടും നിങ്ങൾ വളരെ ഈസി ആയിട്ട് ചെയ്തു. മൂന്നാമത്തെ നാലാമത്തെ കാണാമല്ലോ, അതിൽ തേർഡ് വണ്ണും നിങ്ങൾക്ക് ഈസി ആയിരുന്നു. നാലാമത്തതിലാണ് കുറച്ചു പേർക്കൊരു തപ്പലുണ്ടായിരുന്നത്. ഇവിടെ അവള് വീട് വൃത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഗെസ്റ്റ് എത്തിയത് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ആദ്യം നടന്നത് അവള് വീട് വൃത്തിയാക്കലാണല്ലോ, അവിടെ നമ്മൾ ഹാഡ് യൂസ് ചെയ്യണം. അപ്പൊ എന്ത് പറയും? ആഫ്റ്റർ ഷി ഹാഡ് ക്ലീൻ ദ ഹൗസ് ദ ഗെസ്റ്റ് അറൈവ്ഡ്, അല്ലെങ്കിൽ ദ ഗെസ്റ്റ് അറൈവ്ഡ് ആഫ്റ്റർ ഷി ഹാഡ് ക്ലീൻ ദ ഹൗസ് എന്നും പറയാം. അത് മാത്രമാണ് കുറച്ചു പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇന്നത്തെ ലെസൺ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ കാണിച്ചല്ലോ നമ്മൾ ഇന്ന് സെന്റൻസസ് ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന്. അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മൾ ആദ്യം കാണുന്നത്, ബട്ട്. അപ്പൊ അതിന്റെ മലയാളത്തിലുള്ള അർത്ഥം നമുക്കറിയാം, പക്ഷേ എന്നാണ് അതിന്റെ മീനിങ്, അല്ലെ? അപ്പൊ ആദ്യം ഞാൻ ഈ കാണിക്കുന്ന എക്സാമ്പിൾ നോക്കൂ. അയാൾ സമ്പന്നനാണ്, പക്ഷെ അയാൾക്ക് സന്തോഷമില്ല. അതായത് പക്ഷെ അയാൾ ഹാപ്പി അല്ല എന്ന്. അപ്പൊ എന്ത് പറയും? ഹി ഈസ് റിച്ച്, പക്ഷേ അയാൾക്ക് സന്തോഷമില്ല. ബട്ട് ഹി ഈസ് നോട്ട് ഹാപ്പി, അല്ലെങ്കിൽ ബട്ട് ഹി ഈസ് അൺഹാപ്പി എന്ന് പറയാം. ഹി ഈസ് നോട്ട് ഹാപ്പിക്ക് പകരം ഹി ഈസ് അൺഹാപ്പി എന്ന് പറയാമെന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പക്ഷേ എന്നുള്ളതിന് പകരം നമ്മൾ ബട്ട് ഉപയോഗിച്ചു. അതെങ്ങനെയാ വന്നതെന്ന് കണ്ടോ? ഒരു സെന്റൻസ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്, ഹി ഈസ് റിച്ച് ബട്ട് ഹി ഈസ് നോട്ട് ഹാപ്പി. അപ്പൊ അവിടെ ഹീസ് റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു പോസ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കോമ ഇട്ട് കാണിച്ചത് കേട്ടോ. അവൾക്ക് സുഖമില്ലായിരുന്നു, പക്ഷെ അവള് ജോലിക്ക് പോയി. അപ്പൊ സാധാരണഗതിയിൽ സുഖമില്ലാത്ത ഒരാൾ ജോലിക്ക് പോവില്ല, അല്ലെ? അപ്പൊ അവിടെ ഒരു കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. അത് കാണിക്കാനാണല്ലോ നമ്മൾ മലയാളത്തിൽ പക്ഷെ ഉപയോഗിച്ചത്. അതേപോലെ ഇംഗ്ലീഷിലും വരും. അവൾക്ക് സുഖമില്ലായിരുന്നു, ഷി വാസ് നോട്ട് വെൽ, പക്ഷെ അവള് ജോലിക്ക് പോയി. ബട്ട് ഷി വെന്റ് ടു വർക്ക്. കണ്ടോ അവിടെ വന്നത്? ആ ഓർഡർ എങ്ങനെയാന്ന് കണ്ടോ? ആ ബട്ട് എന്ന് പറയുന്നത് ആ ഇംഗ്ലീഷിലുള്ള സെന്റൻസിന്റെ നടുക്കാണ് വരുന്നത്, അല്ലെ? ഷി വാസ് നോട്ട് വെൽ ബട്ട് ഷി വെന്റ് ടു വർക്ക്. ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ബട്ട് ഷി വെന്റ് ടു വർക്ക്, ഷി വാസ് നോട്ട് വെൽ എന്ന് പറയുമോ? ഇല്ലല്ലോ. അപ്പൊ ആ ഒരു ലോജിക് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ആ കാര്യങ്ങൾ പറയുന്ന ആ ഒരു സീക്വൻസ് ഇങ്ങനെയാണ്. അവൾക്ക് സുഖമില്ലായിരുന്നു, പക്ഷെ അവൾ ജോലിക്ക് പോയി. ഷി വാസ് നോട്ട് വെൽ ബട്ട് ഷി വെന്റ് ടു വർക്ക്. അപ്പൊ അവിടെ ആ ഒരു കോൺട്രാസ്റ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇനി ഞാൻ കാണിക്കുന്ന സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാൾ സമ്പന്നനാണ്, എങ്കിലും അയാൾ ഒരു ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. അപ്പൊ ഇവിടെ ആ ഒരു സർപ്രൈസിങ് എലിമെന്റ് കൂടുതലാണ്, അല്ലെ? സാധാരണഗതിയിൽ വളരെ സമ്പന്നനായ നല്ല പണമുള്ള ഒരാള് ചെറിയ വീട്ടിലായിരിക്കില്ല കഴിയുക. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ബട്ടല്ല വേറൊരു വാക്കാണ് ഉപയോഗിക്കാൻ പോകുന്നത്. എന്താ നോക്കാം. അയാള് സമ്പന്നനാണ്, അപ്പൊ അവിടെ നമുക്ക് പറയാം ഹീസ് വെൽത്തി. ഇപ്പൊ റിച്ച് പോലെ ഒരു വാക്കാണ് വെൽത്തി. കുറച്ചുകൂടെ കൂടുതൽ സ്വത്തുള്ള ഒരാളെ കുറിച്ച് നമുക്ക് വെൽത്തി എന്ന് പറയാം. ഹീസ് വെൽത്തി. എന്നിട്ട് എന്താ പറഞ്ഞത്? എങ്കിലും അയാൾ ഒരു ചെറിയ വീട്ടിലാണ് കഴിയുന്നത്. യെറ്റ് ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ്. അപ്പൊ എന്താ പറഞ്ഞേ? ബട്ടല്ല, ഇവിടെ യെറ്റ് ആണ് ഉപയോഗിച്ചത്. അപ്പൊ കാര്യം എന്താന്ന് മനസ്സിലായല്ലോ? ബട്ട് എന്ന് പറയുമ്പോൾ പക്ഷേ എന്നൊരു മീനിങ് ആണ് വന്നത്. ഇവിടെ എങ്കിലും. അപ്പൊ ഇത് നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സർപ്രൈസിങ് എലിമെന്റ് കൂടുതലുള്ളത് കൊണ്ടാണ് ഇവിടെ നമ്മൾ യെറ്റ് യൂസ് ചെയ്തത്. പിന്നെ ഈ ബട്ടും യെറ്റും തമ്മിലുള്ള വ്യത്യാസം ഒരു കാര്യം കൂടെ ഉണ്ട്. യെറ്റ് കുറച്ചുകൂടെ ഫോർമൽ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ വളരെ കാഷ്വൽ ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇവിടെയും ബട്ട് തന്നെ ഉപയോഗിച്ചേക്കാം. ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എങ്കിലും രണ്ടും തമ്മിലുള്ള ആ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ് ഞാൻ ഈ എക്സാമ്പിൾസ് ഇവിടെ ഉപയോഗിച്ചത്. ഇത് ക്ലിയർ ആയല്ലോ? ഹി ഈസ് വെൽത്തി യെറ്റ് ഹി ലിവ്സ് ഇൻ എ സ്മോൾ ഹൗസ്. ഇനി ഇത് പരീക്ഷ പ്രയാസമായിരുന്നു, എന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. ഇത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? പരീക്ഷ നല്ല ഹാർഡായിരുന്നു, എന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി എന്നാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ബട്ടിന് പകരം യെറ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്.
അപ്പൊ പരീക്ഷ പ്രയാസമായിരുന്നു. ദി എക്സാം വാസ് ഹാർഡ്. എന്നിട്ടും അവൾക്ക് നല്ല മാർക്ക് കിട്ടി. യെറ്റ് ഷീ ഗോട്ട് ഗുഡ് മാർക്സ്. ഇവിടെ ഈ ഗോട്ട് എന്നുള്ളതിന് പകരം നമുക്ക് സ്കോർഡ് എന്നും പറയാം കേട്ടോ. മാർക്ക് സ്കോർ ചെയ്യാണല്ലോ, അപ്പൊ സ്കോർഡ് എന്ന് പറയാം. അപ്പോൾ ദി എക്സാം വാസ് ഹാർഡ് യെറ്റ് ഷീ സ്കോർഡ് ഗുഡ് മാർക്സ്. 10 വയസ്സേ ഉള്ളൂ, എന്നാലും അവന് നല്ല പക്വതയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന ഒരു കാര്യമല്ല ഇത്. 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര പക്വത ഉണ്ടാവുമോ എന്ന് നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് വിചാരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ ബട്ടിന് പകരം യെറ്റ് തന്നെയാണ് കൊണ്ടുവരിക. ഇവിടെ എന്ത് പറയും? 10 വയസ്സേ ഉള്ളൂ. ഹി ഈസ് ഓൺലി 10, എന്നിട്ടും നല്ല പക്വതയുണ്ട്. യെറ്റ് ഹി ഈസ് സോ മെച്യൂർ. അപ്പൊ ഇവിടെ പക്വതയുണ്ട്, നല്ല പാകതയുള്ള പക്വതയുള്ള പെരുമാറ്റം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ മെച്യൂർ എന്നുള്ള വാക്ക് യൂസ് ചെയ്തത്. ഇവിടെ മെച്യൂർഡ് എന്ന് പറയണ്ട കേട്ടോ. യെറ്റ് ഹി സോ മെച്യൂർഡ് എന്നല്ല, യെറ്റ് ഹി സോ മെച്യൂർ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെയാ വന്നേ നോക്കൂ. ഹി ഈസ് ഓൺലി 10 യെറ്റ് ഹി സോ മെച്യൂർ. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബട്ടും പറയാം, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആണ് ഇവിടെ യെറ്റ് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പൊ നമ്മൾ യെറ്റ് ഉപയോഗിച്ച് ഒരുപാട് എക്സാമ്പിൾസ് കണ്ടില്ലേ. ഇനി നമ്മൾ അടുത്ത വാക്ക്, അടുത്ത കണക്ടർ കാണാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ട സെന്റൻസ് ഉണ്ടല്ലോ, 10 വയസ്സേ ഉള്ളൂ എന്നാലും അവന് നല്ല പക്വതയുണ്ട്. നമ്മൾ എങ്ങനെയാ പറഞ്ഞ യെറ്റ് ഉപയോഗിച്ച്? ഹി ഈസ് ഓൺലി 10 യെറ്റ് ഹി സോ മെച്യൂർ എന്ന് പറഞ്ഞു അല്ലെ. ഇതേ കാര്യം ഞാൻ മലയാളത്തിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ പറയാണ്. 10 വയസ്സേ ഉള്ളെങ്കിലും അവന് നല്ല പക്വതയുണ്ട്. മലയാളത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെ. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു കാര്യം ഇംഗ്ലീഷിൽ നമ്മൾ യെറ്റ് ഉപയോഗിച്ച് പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയും പറയാം. ഓൾദോ ഹി ഈസ് ഓൺലി 10 ഹി ഈസ് സോ മെച്യൂർ. ഇവിടെ എന്താണ് സംഭവിച്ചത്? യെറ്റ് അല്ല ഉപയോഗിച്ചത്, പുതിയൊരു വാക്ക് ഓൾദോ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ രണ്ടും തമ്മില്? കാര്യമായ വ്യത്യാസം ഒന്നുമില്ല അർത്ഥത്തില്, പക്ഷെ ഉപയോഗിച്ച രീതി നോക്കൂ. ആദ്യത്തേതിൽ ഞാൻ പറഞ്ഞത് ഹി ഈസ് ഓൺലി 10 യെറ്റ് ഹി സോ മെച്യൂർ എന്നാണ് അല്ലെ. ആ യെറ്റ് എവിടെയാ വന്നതെന്ന് കണ്ടില്ലേ നിങ്ങള്? പക്ഷെ അടുത്ത സെന്റൻസ് നോക്കൂ, ഓൾദോ വെച്ച് എങ്ങനെയാ പറഞ്ഞേ നോക്കൂ. ഓൾദോ ഹി ഈസ് ഓൺലി 10 ഹി ഈസ് സോ മെച്യൂർ. അപ്പൊ ഇവിടെ ഈ സെന്റൻസ് തുടങ്ങിയത് ഓൾദോ വെച്ചാണ്. അതെവിടെയാണ്? ഓൾദോ കഴിഞ്ഞിട്ട് ഏത് ഭാഗമാണ് വന്നത് നോക്കൂ. 10 വയസ്സേ ഉള്ളെങ്കിലും, അവിടെയാണ് ഓൾദോ വരുന്നത്. ഓൾദോ ഹി ഈസ് ഓൺലി 10, അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കോൺട്രാസ്റ്റിംഗ് കാര്യം പറയാണ്. ഹി സോ മെച്യൂർ. ആ വയസ്സിന് പറ്റിയ പക്വതയല്ല അവനുള്ളത്. അപ്പൊ അതാണ് അവിടുത്തെ കോൺട്രാസ്റ്റ്. അതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഈ സെന്റൻസ് ഞാൻ തുടങ്ങിയത് ഓൾദോ വെച്ചാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ ഈ കണ്ട സെന്റൻസ് ഉണ്ടല്ലോ, ഓൾദോ ഹി ഈസ് ഓൺലി 10 ഹി സോ മെച്യൂർ, ഇത് നമുക്ക് ഇങ്ങനെയും പറയാം. ഹി ഈസ് സോ മെച്യൂർ ഓൾദോ ഹി ഈസ് ഓൺലി 10. അപ്പൊ അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഓൾദോവിന്റെ സ്ഥാനം മാറ്റി, പക്ഷെ ആ ഓൾദോവിന്റെ കൂടെ വന്ന കാര്യം എന്താ നോക്കൂ. അത് രണ്ട് സെന്റൻസിലും ഒന്ന് തന്നെയാണ്. ആ ഒരു പാർട്ട് ഞാൻ ഇവിടെ ആദ്യം കൊണ്ടുവന്നേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ ഞാൻ പറഞ്ഞത് ഹി ഈസ് സോ മെച്യൂർ ഓൾദോ ഹി ഈസ് ഓൺലി 10, അല്ലാതെ ഹി ഈസ് ഓൺലി 10 ഓൾദോ ഹി ഈസ് സോ മെച്യൂർ എന്നല്ല ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ആ അർത്ഥം അനുസരിച്ച് പറയണം. ഓൾദോവിന്റെ കൂടെ വരുന്ന കാര്യം ഒരേത് തന്നെയാണ്, പക്ഷെ എവിടെയാണ് ആ ഒരു പാർട്ട് വെക്കുന്നതെന്നിൽ മാത്രമാണ് വ്യത്യാസം വന്നത്. അപ്പൊ സെന്റൻസ് വേണമെങ്കിൽ ഓൾഡോ വെച്ചും തുടങ്ങാം, അല്ലെങ്കിൽ ആ ഓൾഡോ വരുന്ന ഭാഗം സെന്റൻസിന്റെ പകുതിക്ക് ശേഷവും കൊണ്ടുവരാം. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. മഴയുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ പുറത്തു പോയി. സാധാരണഗതിയിൽ മഴയുണ്ടെങ്കിൽ നമ്മൾ പുറത്തു പോവില്ല, പക്ഷെ ഇവിടെ ആ ഒരു കോൺട്രാസ്റ്റ് കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം യെറ്റ് ഉപയോഗിച്ചത് പറഞ്ഞു നോക്കാം. ഇറ്റ് വാസ് റെയിനിങ് യെറ്റ് വി വെന്റ് ഔട്ട്. അപ്പൊ അവിടെ യെറ്റ് എവിടെ വന്നേന്ന് കണ്ടല്ലോ, സെന്റൻസിന്റെ നടുക്ക് വന്നു. ഇതേ കാര്യം നമുക്ക് ഓൾദോ ഉപയോഗിച്ചും പറയാമല്ലോ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെയാ പറയുന്നേ, മഴയുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തു പോയി എന്നുള്ളതല്ലേ. അപ്പൊ ഓൾദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. മഴയുണ്ടായിരുന്നെങ്കിലും, ഓൾദോ ഇറ്റ് വാസ് റെയിനിങ് വി വെന്റ് ഔട്ട്. ഇതേ കാര്യം എനിക്ക് ആ ഓർഡർ ഒന്ന് മാറ്റി ഇങ്ങനെയും പറയാം. വി വെന്റ് ഔട്ട് ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്. അപ്പൊ ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും സെന്റൻസസ് നോക്കൂ. അവിടെ ഓൾദോവിന്റെ കൂടെ വന്നത് ഒരേ കാര്യമാണ്, ഓൾദോ ഇറ്റ് വാസ് റെയിനിങ്. ആ ഒരു പാർട്ട് നമ്മൾ ആദ്യം സെന്റൻസിന്റെ തുടക്കത്തിൽ വെച്ചു, പിന്നെ സെന്റൻസിന്റെ രണ്ടാമത്തെ ഭാഗത്ത് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഓൾദോ പോലെ തന്നെ നമുക്ക് ഈവൻ ദോ, അതുപോലെ ദോ, ഇതും ഉപയോഗിക്കാമെന്ന്. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ പറയാണ്, എനിക്ക് വിശപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ ഒന്നും കഴിച്ചില്ല.
അപ്പൊ അവിടെ എങ്ങനെയാണ് ഓൾദോ ഉപയോഗിച്ച് പറയുക? ഓൾദോ ഐ വാസ് ഹംഗ്രി ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. അപ്പൊ ഇവിടെ ഓൾദോ അല്ലേ വന്നത്. ഇനി ഇത് നോക്കൂ, ദോ ഐ വാസ് ഹംഗ്രി ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. അപ്പൊ ഇവിടെ ഓൾദോയ്ക്ക് പകരം ദോ ആണ് വന്നത്. ഒരു വ്യത്യാസമില്ല, അർത്ഥത്തില് ഒരേപോലെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയും പറയാം, ഈവൻ ദോ ഐ വാസ് ഹംഗ്രി ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. ഇവിടെയും ഒരേപോലെ തന്നെയാണ് ഉപയോഗിച്ചത്, പക്ഷെ ഇവിടെ ആ ഒരു കോൺട്രാസ്റ്റ് നമ്മൾ കുറച്ചുകൂടെ അതൊന്ന് ഊന്നി നമ്മൾ പറയുന്നുണ്ട്. അതായത് അങ്ങനെ ആയിട്ട് പോലും എന്നൊരർത്ഥത്തിലാണ് ഈവൻ ദോ വന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ ഇത് മൂന്നും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, ഒരേപോലെയാണ് ആളുകൾ ഉപയോഗിക്കാറുള്ളത് കാഷ്വൽ ആയിട്ട് പറയുമ്പോൾ. ഞാൻ ഇനി മലയാളത്തിൽ തരുന്ന സെന്റൻസ് നിങ്ങൾ ഈ 3 രീതിയിലൊന്ന് പറഞ്ഞു നോക്കൂ. ഓൾദോ, ഈവൻ ദോ, ദോ, ഇത് മൂന്നും വെച്ചൊന്ന് പറഞ്ഞു നോക്കൂ. ടയർഡ് ആയിരുന്നെങ്കിലും അവൾ എന്നെ സഹായിച്ചു. അവൾക്ക് ക്ഷീണമായിരുന്നു, ക്ഷീണിതയായിരുന്നു, എന്നാലും എങ്കിലും അവൾ എന്നെ സഹായിച്ചു എന്നല്ലേ പറയുന്നേ. അപ്പൊ എങ്ങനെയാണ് ഓൾദോ വെച്ച് പറയുക? ശ്രമിച്ചു നോക്കൂ. ടയർഡ് ആയിരുന്നെങ്കിലും, ആരാണ് ടയർഡ് ആയിരുന്നത്? അവൾ. അതിവിടെ ഞാൻ മലയാളത്തിൽ എടുത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ നമുക്കത് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും അല്ലെ. ഇപ്പൊ എന്താ പറയാ? ഓൾദോ ഷി വാസ് ടയർഡ്, അവൾ എന്താ ചെയ്തേ? ഷി ഹെൽപ്ഡ് മീ, അവൾ എന്നെ സഹായിച്ചു. ഓൾദോ ഷി വാസ് ടയർഡ് ഷി ഹെൽപ്ഡ് മീ. ഇതെങ്ങനെയാണ് നമ്മൾ ദോ ഉപയോഗിച്ച് പറയുക? ദോ ഷി വാസ് ടയർഡ് ഷി ഹെൽപ്ഡ് മീ. ഇതേ കാര്യം ഈവൻ ദോ വെച്ചിട്ട്, ഈവൻ ദോ ഷി വാസ് ടയർഡ് ഷി ഹെൽപ്ഡ് മീ. അപ്പൊ ഒറ്റ നോട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് മൂന്നും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. എങ്കിലും ഇത് ഉപയോഗിക്കുന്ന രീതിയിൽ എങ്ങനെയെല്ലാം ഇത് മാറ്റി പറയാം എന്നുള്ളതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഞാൻ അതിനുള്ള എക്സാമ്പിൾസ് കാണിക്കാം. അപ്പോ ഓൾദോ 2 രീതിയിൽ, അതായത് സെന്റൻസിന്റെ ആദ്യവും സെന്റൻസിന്റെ മിഡിലായിട്ടും എങ്ങനെയാണ് വരുന്നതെന്ന് ഓൾറെഡി നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ ഓൾദോ ഉപയോഗിച്ച്. മലയാളത്തിൽ ഞാൻ പറയുന്നത്, എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഐസ്ക്രീം കഴിച്ചു എന്നാണ്. എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നെങ്കിലും ഓൾദോ ഉപയോഗിക്കണേ. എങ്ങനെ പറയാ? ഓൾദോ ഐ ഹാഡ് എ കോൾഡ്, എനിക്ക് ജലദോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐ ഹാഡ് എ കോൾഡ് എന്ന് പറഞ്ഞത്. പിന്നെ എ കോൾഡ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കരുത്, നമ്മളിത് ആദ്യം കണ്ടിട്ടുണ്ട്. ഈ ജലദോഷം, പനി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചേർത്താണ് ഇംഗ്ലീഷിൽ പറയുക. എ കോൾഡ്, എ ഫീവർ എന്നൊക്കെയാണ് പറയുക. അപ്പൊ ഹാഡ് വന്ന് എന്താണ് മനസ്സിലായല്ലോ, ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഈ ഹാവിന്റെ പാസ്റ്റ് ടെൻസ് ഹാഡ് നമ്മൾ യൂസ് ചെയ്തു. അപ്പൊ എന്താ പറഞ്ഞേ? ഓൾദോ ഐ ഹാഡ് എ കോൾഡ്, എന്താ ചെയ്തേ? ഐ ഏറ്റ് എൻ ഐസ്ക്രീം, ഞാൻ ഐസ്ക്രീം കഴിച്ചു. അവിടെയും നമ്മൾ മലയാളത്തിൽ ഞാൻ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യും. ഐ ഏറ്റ് എൻ ഐസ്ക്രീം എന്ന് പറഞ്ഞു. ഇനി ഓൾദോ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രീതി എങ്ങനെയാണ്? ഐ ഏറ്റ് എൻ ഐസ്ക്രീം ഓൾദോ ഐ ഹാഡ് എ കോൾഡ്. അപ്പൊ ആ ഓൾദോ കഴിഞ്ഞ് വന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കൂ, അവിടെ വ്യത്യാസമില്ല. ആദ്യം പറഞ്ഞു ഓൾദോ ഐ ഹാഡ് എ കോൾഡ് ഐ ഏറ്റ് എൻ ഐസ്ക്രീം. ഇവിടെ ഐ ഏറ്റ് എൻ ഐസ്ക്രീം ഓൾദോ ഐ ഹാഡ് എ കോൾഡ്. 2 ഭാഗത്തും ഓൾദോ ഐ ഹാഡ് എ കോൾഡ് ആണ് ഒരുമിച്ച് വന്നത്. പക്ഷെ അത് എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തിയത്. ആദ്യം നമ്മൾ സെന്റൻസിന്റെ തുടക്കത്തിൽ വെച്ചു, രണ്ടാമത്തേതിൽ സെന്റൻസിന്റെ സെക്കൻഡ് പാർട്ടിലാണ് ഇത് കൊണ്ടുവന്നത്. ഇനി ഇതേപോലെ എങ്ങനെയാണ് ദോ ഉപയോഗിക്കുക എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഞാൻ മലയാളത്തിൽ പറയുന്നത്, തണുപ്പുണ്ടായിരുന്നെങ്കിലും ഞാൻ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചില്ല എന്നാണ്. തണുപ്പുണ്ടായിരുന്നെങ്കിലും എന്നാണ് പറയുന്നത്. ദോ വെച്ച് എങ്ങനെ പറയും? ദോ ഇറ്റ് വാസ് കോൾഡ്, ഞാൻ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചില്ല. ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് അല്ലെ. അപ്പൊ എങ്ങനെ വന്നേ? ദോ ഇറ്റ് വാസ് കോൾഡ് ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ്. ഇത് മുൻപ് ഓൾദോവിന്റെ കാര്യത്തിൽ കണ്ടതുപോലെ എങ്ങനെയാ തിരിച്ചു പറയുന്നത്? ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് ദോ ഇറ്റ് വാസ് കോൾഡ്. ആ ദോ തുടങ്ങിയുള്ള ഭാഗം രണ്ടാമത് സെക്കൻഡ് പാർട്ടായിട്ട് കൊണ്ടുവന്നു. ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് ദോ ഇറ്റ് വാസ് കോൾഡ്. ഒരു രീതി കൂടെ ഉണ്ട് ദോ ഉപയോഗിക്കാൻ, അതാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അവിടെ നമ്മൾ പറയാ ഇറ്റ് വാസ് കോൾഡ്, തണുപ്പുണ്ടായിരുന്നു. ഇറ്റ് വാസ് കോൾഡ്. ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് ദോ. എന്നിരുന്നാലും ഞാൻ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചില്ല എന്ന് നമ്മൾ വേറൊരു സെന്റൻസ് ആയിട്ടാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ദോ ഉപയോഗിക്കുന്നത് എങ്ങനെയാ നോക്കൂ. അവിടെ 2 സെന്റൻസ് ആയിട്ടാണ് വന്നത്. അപ്പൊ ഇവിടെ ഒരു ലോങ് സെന്റൻസ് അല്ല ശരിക്കും പറഞ്ഞ മൂന്നാമത്തെ കേസിൽ വന്നത് അല്ലെ. ഇറ്റ് വാസ് കോൾഡ്, തണുപ്പുണ്ടായിരുന്നു, എങ്കിലും എന്നിരുന്നാലും ഞാൻ ബ്ലാങ്കറ്റ് ഉപയോഗിച്ചില്ല എന്ന് പുതിയൊരു സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞത്. ഇറ്റ് വാസ് കോൾഡ് ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് ദോ. ഇങ്ങനെ പറയുമ്പോൾ ആ ദോ ഇങ്ങനെ എഴുതിയതെന്ന് കണ്ടോ? ഐ ഡിഡ്ന്റ് യൂസ് ദ ബ്ലാങ്കറ്റ് കഴിഞ്ഞിട്ട് കോമ ഇട്ടിട്ടാണ് അവിടെ ദോ ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ഈ ദോ ഉപയോഗിക്കുന്നത് വേറൊരു ഇത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അർത്ഥത്തിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും
എന്ന് പറഞ്ഞാലും എന്നിരുന്നാലും അങ്ങനെ ഒരു മീനിങ്ങിലാണ് നമ്മൾ ഈ ദോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസ് കണ്ടാൽ അത് എന്താണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ എക്സാമ്പിളിലൂടെ പറഞ്ഞത്. സാധാരണഗതിയിൽ ചിലപ്പോൾ നമ്മളിത് പറയില്ലായിരിക്കും, എങ്കിലും ചിലപ്പോൾ കോൺവെർസേഷൻസിൽ വളരെ നാച്ചുറൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടേക്കാം. ഇനി അടുത്ത ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഈവൻ ദോ. അതെങ്ങനെയാണ് യൂസ് ചെയ്യാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ മലയാളത്തിൽ പറയുന്നത്, പഠിച്ചില്ലെങ്കിലും അവള് പരീക്ഷ പാസ്സായി. അതെങ്ങനെയാണ്? അതാണ് അതിന്റെ സർപ്രൈസ് അല്ലെ. അവള് പഠിച്ചില്ല എന്നിട്ട് പോലും അവള് പരീക്ഷ പാസ്സായി എന്നൊരു അർത്ഥമാണ് അവിടെ വരുന്നത്. അതായത് പഠിച്ചില്ലെങ്കിൽ പോലും എന്ന് പറയാതെ നമ്മളിവിടെ പറയുന്നുണ്ട്. ആ ഒരു അർത്ഥം കിട്ടാൻ, അതായത് ആ ഒരു കോൺട്രാസ്റ്റ് കുറച്ചുകൂടി കൊണ്ടുവരാൻ, അങ്ങനെ ഒന്ന് പറയാൻ നമ്മൾ ചിലപ്പോൾ ഈവൻ ദോ ആയിരിക്കും യൂസ് ചെയ്യുക. ഓൾ ദോവിനേക്കാളും ഈവൻ ദോ ആയിരിക്കും ഇവിടെ കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പറയുക, ഈവൻ ദോ ഷി ഡിഡ്ന്റ് സ്റ്റഡി ഷി പാസ്ഡ്. ഇവിടെയും ഇത് മാറ്റി ഇങ്ങനെ പറയാം, ഷി പാസ്ഡ് ഈവൻ ദോ ഷി ഡിഡ്ന്റ് സ്റ്റഡി. അപ്പൊ ഓൾ ദോ ഒക്കെ ഉപയോഗിച്ച പോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അത് എങ്ങനെയാണ് അത് പ്ലേസ് ചെയ്യുന്നതിൽ വന്ന വ്യത്യാസം. ഒന്നില്ലെങ്കിൽ അത് വെച്ച് സെന്റൻസ് തുടങ്ങാം, അല്ലെങ്കിൽ അത് സെന്റൻസിന്റെ മിഡിലിൽ കൊണ്ടുവരാം. ഇത് കണ്ടോ, അസുഖമായിരുന്നിട്ട് കൂടി അവൻ സ്കൂളിൽ പോയി. അതായത് അസുഖമായിരുന്നിട്ട് പോലും അവൻ സ്കൂളിൽ പോയി എന്നാ പറഞ്ഞത്. അപ്പൊ അവിടെ നമുക്ക് ഈവൻ ദോ ആണ് കൂടുതൽ ആപ്റ്റ് ആയിട്ട് വരിക. ഞാൻ എന്താ പറയുന്നേ, ഈവൻ ദോ ഹി വാസ് സിക്ക് ഹി വെന്റ് ടു സ്കൂൾ. ഈവൻ ദോ ഹി വാസ് സിക്ക് ഹി വെന്റ് ടു സ്കൂൾ. തിരിച്ചു പറയാം, ഹി വെന്റ് ടു സ്കൂൾ ഈവൻ ദോ ഹി വാസ് സിക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഒരു എക്സാമ്പിളോട് കാണിക്കാം. നമ്മൾ നേരത്തെ കണ്ടതാണ്, വിശപ്പുണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഒന്നും കഴിച്ചില്ല. അപ്പൊ വിശപ്പുണ്ടായിരുന്നിട്ടും ഞാൻ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ അവിടെ ഒരു ഊന്നൽ വരുന്നുണ്ട് അല്ലെ. വിശപ്പുണ്ടായിരുന്നിട്ട് പോലും ഞാൻ ഒന്നും കഴിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈവൻ ദോ യൂസ് ചെയ്യുന്നത്. ഈവൻ ദോ ഐ വാസ് ഹംഗ്രി ഐ ഡിഡ്ന്റ് ഈറ്റ് എനിത്തിങ്. ഇപ്പൊ നമ്മള് ഓൾ ദോ, ഈവൻ ദോ ഇത് മൂന്നും ഉപയോഗിച്ച് സെന്റൻസസ് പറയാൻ പഠിച്ചില്ലേ? നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് കണ്ടില്ലേ? ഇനി നമ്മൾ പുതിയൊരു കണക്ടർ കാണാൻ പോവാണ്. അതിനു മുൻപ് നമ്മൾ നേരത്തെ കണ്ടൊരു സെന്റൻസ് ഞാൻ ഇവിടെ കാണിക്കാം. ഓൾ ദോ ആണ് അവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോ മഴയുണ്ടായിരുന്നെങ്കിലും ഞാൻ പുറത്തു പോയി. അതെങ്ങനെ പറയും? ഓൾ ദോ ഇറ്റ് വാസ് റെയിനിങ് ഐ വെന്റ് ഔട്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഐ വെന്റ് ഔട്ട് ഓൾ ദോ ഇറ്റ് വാസ് റെയിനിങ് അല്ലെ. പക്ഷെ ഇതേ കാര്യം ഞാൻ കുറച്ച് വ്യത്യാസപ്പെടുത്തി മലയാളത്തിൽ ഇങ്ങനെ പറയാണ്, മഴയുണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ പുറത്തു പോയി. അപ്പൊ മലയാളത്തിൽ തന്നെ അത് എങ്ങനെയാ പറഞ്ഞതെന്ന് കണ്ടോ? പുതിയൊരു സെന്റൻസ് ആയിട്ടാണ് രണ്ടാമത്തെ ഭാഗം പറഞ്ഞത്. മഴയുണ്ടായിരുന്നു എന്നിരുന്നാലും ഞാൻ പുറത്തു പോയി എന്ന് അല്ലെ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കൂ. മഴയുണ്ടായിരുന്നു, ഇറ്റ് വാസ് റെയിനിങ്. അത് കഴിഞ്ഞ് ഹൗവെവർ ഐ വെന്റ് ഔട്ട്. അപ്പൊ ആ എന്നിരുന്നാലും ഞാൻ പുറത്തു പോയി എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം ഇംഗ്ലീഷിലും ഒരു പുതിയ സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ലോങ് സെന്റൻസ് അല്ല നമ്മൾ പറയുന്നത്. അതായത് ഈ ഒരു കാര്യം ഈ ഹൗവെവർ ചേർത്ത് പറയുമ്പോൾ അവിടെ രണ്ട് സെന്റൻസസ് ആയിട്ട് തന്നെ വന്നു. അപ്പൊ പക്ഷെ ഹൗവെവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണമല്ലോ, അതിനാണ് ഞാനിത് പറഞ്ഞത്. അപ്പൊ ഓൾദോയും ഹൗവെവറും തമ്മിൽ മീനിങ്ങിൽ വലിയ വ്യത്യാസം ഒന്നുമില്ല, പക്ഷേ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഓൾദോ ഉപയോഗിക്കുമ്പോൾ ഒരൊറ്റ സെന്റൻസ് ആയിട്ടാണ് വരിക. ഓൾദോ സെന്റൻസിന് ആദ്യം വന്നാലും നടുക്ക് വന്നാലും. പക്ഷെ ഹൗവെവർ വരുമ്പോൾ വേറൊരു സെന്റൻസ് ആയിട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. എങ്ങനെ എഴുതിയാന്ന് കണ്ടോ? ഇറ്റ് വാസ് റെയിനിങ് ഫുൾ സ്റ്റോപ്പ്, അത് കഴിഞ്ഞൊരു പുതിയ സെന്റൻസ്, ഹൗവെവർ ഐ വെന്റ് ഔട്ട്. പിന്നെ ഇവിടെ ഈ ഹൗവെവർ എന്നുള്ളത് ഒരു പുതിയ സെന്റൻസ് ആയിട്ട് എഴുതിയല്ലോ, അതിന് പകരം വേണമെങ്കിൽ ആ ഇറ്റ് വാസ് റെയിനിങ് എന്നുള്ളത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പിന് പകരം ഒരു സെമി കോളൻ ഇട്ട്, എന്താണ് സെമി കോളൻ എന്ന് പറയുന്നത്? ഈ കുത്തും കോമയും ഇല്ലേ, അതിട്ട് നമുക്ക് അടുത്ത ഭാഗം പറയാം. അപ്പൊ അവിടെ സെമി കോളൻ വരുമ്പോ പിന്നെ അടുത്ത വാക്ക് ഹൗവെവർ എന്നുള്ളത് ക്യാപിറ്റൽ വെച്ചല്ല തുടങ്ങുക, ക്യാപിറ്റൽ ലെറ്റർ വേണ്ട, എങ്കിലും അവിടെ ശരിക്കും ഒരു നിർത്ത് പോലെ വരുന്നുണ്ട് അല്ലെ. ഇറ്റ് വാസ് റെയിനിങ് ഹൗവെവർ ഐ വെന്റ് ഔട്ട് എന്നാണ് അവിടെയും പറയുക. അപ്പൊ എങ്ങനെയായാലും ഒരൊറ്റ ഒഴുക്കില് ഒരൊറ്റ സെന്റൻസ് ആയിട്ട് നമുക്ക് ഹൗവെവർ ചേർത്ത് പറയാൻ പറ്റില്ല. ഇതേപോലെ ഈ ഓൾദോയും ഹൗവെവറും യൂസ് ചെയ്യുമ്പോൾ വ്യത്യാസം മനസ്സിലാക്കി തരാൻ ഞാൻ അങ്ങനെ ഒരു പെയർ ഓഫ് സെന്റൻസസ് ഇനി കാണിക്കാം. ഇപ്പൊ ഞാൻ പറയുന്നത്, ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടെങ്കിലും വൈകിയാണ് എത്തിയത്. ഓൾദോ ഉപയോഗിച്ച് എങ്ങനെ പറയും? ഓൾദോ വി സ്റ്റാർട്ടഡ് ഏർലി വി അറൈവ്ഡ് ലേറ്റ്. വൈകിയാണ് എത്തിയത്, വി അറൈവ്ഡ് ലേറ്റ്. പക്ഷെ ഇത് ഞാൻ ഹൗവെവർ ചേർത്തിനി പറയാൻ പോവാണ്. ഞങ്ങൾ നേരത്തെ പുറപ്പെട്ടു എന്നിരുന്നാലും
ഞങ്ങൾ വൈകിയാണ് എത്തിയത്. അപ്പൊ ഇവിടെ ഞാൻ എന്നിരുന്നാലും എന്ന് പറഞ്ഞെങ്കിലും എപ്പോഴും നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ എന്നിരുന്നാലും തന്നെ പറയണം എന്നില്ല. പക്ഷെ ആ ഒരു അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവിടെ ചിലപ്പോൾ നമ്മൾ എങ്കിലും എന്നായിരിക്കും പറയുന്നത്. പക്ഷെ എങ്ങനെയാണ് however യൂസ് ചെയ്യണമെങ്കിൽ അത് ഈ സെന്റൻസ് പറയുക, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ പറയും we started early full stop, however comma we arrived late. എന്നാലും എന്നിരുന്നാലും ഞങ്ങൾ വൈകിയാണ് എത്തിയത്. അപ്പൊ ആദ്യത്തെ ഒരു സെന്റൻസ് we started early full stop അല്ലെങ്കിൽ semicolon, അത് കഴിഞ്ഞിട്ട് however comma we arrived late. ഇനി ഇത് നോക്കൂ, നന്നായി പഠിച്ചെങ്കിലും അവള് തോറ്റു. although ഉപയോഗിച്ച് പറയൂ, although she studied hard she failed, അല്ലെങ്കിൽ although she studied well she failed, അല്ലേ? അപ്പൊ നന്നായി പഠിച്ചു എന്നുള്ളതിനാണ് സ്റ്റഡീഡ് ഹാർഡ് അല്ലെങ്കിൽ സ്റ്റഡീഡ് വെൽ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. ഇനി ഇതേ കാര്യം നമ്മൾ ഈ however യൂസ് ചെയ്ത് എങ്ങനെ പറയും നോക്കാം. നന്നായി പഠിച്ചു എന്നിരുന്നാലും എങ്കിലും അവള് തോറ്റു എന്നാണ് ഞാൻ പറയുന്നത്. പുതിയൊരു സെന്റൻസ് ആയിട്ട് പറയാണ്. എന്താ പറയാ? she studied hard however she failed. ഇപ്പൊ അത് ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് however യൂസ് ചെയ്യാന്നുള്ളത്. എന്നാൽ ഇനി നമുക്ക് അടുത്ത കണക്ടർ അല്ലെങ്കിൽ അടുത്ത ലിങ്കിങ് വേർഡ് ഏതാന്ന് നോക്കാം. ഇപ്പൊ ഈ കണ്ട സെന്റൻസ് ഉണ്ടല്ലോ, നന്നായി പഠിച്ചെങ്കിലും അവള് തോറ്റു. നമ്മൾ എങ്ങനെയാ പറഞ്ഞേ? although she studied hard she failed, അല്ലേ? പക്ഷെ ഇതേ കാര്യം ഞാൻ മലയാളത്തിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി ഇങ്ങനെ പറയാണ്, നന്നായി പഠിച്ചിട്ടും അവള് തോറ്റു. അതായത് നന്നായി പഠിച്ചിട്ട് പോലും അവള് തോറ്റു എന്നാണ് ഈ പറയുന്നത്, അല്ലെ? അവിടെ ഞാനിത് എങ്ങനെയാ പറയുന്നത് നോക്കൂ. in spite of studying hard she failed. കുറച്ചധികം വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട്, അല്ലേ? ഒന്നാമത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് in spite of എന്ന ഒരു കണക്ടറാണ്. അപ്പൊ അവിടെ അതൊരൊറ്റ വാക്കായിട്ടല്ല വന്നേ, 3 വാക്കുകളുണ്ട്, അല്ലെ? സെപ്പറേറ്റ് ആയിട്ടുള്ള 3 വാക്കുകളുണ്ട്. in spite of, in spite പോലും ഒരുമിച്ചല്ല കേട്ടോ, സെപ്പറേറ്റ് ആയിട്ട് എഴുതണേ. in spite of. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ നോക്കൂ. in spite of studying hard. അവിടെ സ്റ്റഡി എന്നുള്ള വേർബിന്റെ കൂടെ നമ്മൾ ing ചേർത്താണ് പറഞ്ഞത്, അല്ലെ? എപ്പോഴും നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഇൻ സ്പൈറ്റ് ഓഫ് കഴിഞ്ഞിട്ട് ഒരിക്കലും ഒരു വേർബ് ആയിട്ട് വരില്ല, ആ വേർബിന്റെ കൂടെ ing ചേർത്ത് പറയാം. അപ്പൊ വേർബിന്റെ കൂടെ ing ചേർത്തപ്പോ എന്താ പറ്റിയെന്നറിയാമോ? അതൊരു നൗൺ പോലെയാണ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് നല്ല പഠനം ഉണ്ടായിട്ട് പോലും, കഠിനമായ പഠനം ഉണ്ടായിട്ട് പോലും, ആ ഒരു അർത്ഥത്തിൽ. അപ്പൊ പഠനം ആ ഒരു നൗൺ ഒരു അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ സ്റ്റഡിയിങ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോ ing ചേർത്തെങ്കിലും അതൊരു നൗണിന്റെ രീതിയിലാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ശരിക്കൊരു നൗൺ തന്നെ വരും, എന്തെങ്കിലും ഒരു നൗണിന്റെ പേര് തന്നെ വരും, അല്ലെങ്കിൽ ഈ വേർബ് ഇങ്ങനെ ing ഫോം ചേർത്തായിരിക്കും വരിക. അപ്പൊ എങ്ങനെയാ പറഞ്ഞു നോക്കൂ. ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റഡിയിങ് ഹാർഡ് ഷീ ഫെയിൽഡ്. കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. മുൻപ് നമ്മൾ പറഞ്ഞില്ലേ, നേരത്തെ പുറപ്പെട്ടെങ്കിലും ഞങ്ങൾ വൈകിയാണ് എത്തിയത്. അതെങ്ങനെയാ നമ്മൾ ഓൾദോ ചേർത്ത് പറഞ്ഞത്? ഓൾദോ വി സ്റ്റാർട്ടഡ് ഏർലി വി അറൈവ്ഡ് ലേറ്റ്, അല്ലേ? ഓൾദോ വി സ്റ്റാർട്ടഡ് ഏർലി വി അറൈവ്ഡ് ലേറ്റ്. അപ്പൊ അവിടെ ആ സെന്റൻസിൽ ഓൾദോ കഴിഞ്ഞ് എന്താ വന്നേ നോക്കൂ. ഓൾദോ വി സ്റ്റാർട്ടഡ് ഏർലി, വി ഞങ്ങൾ. അപ്പൊ ആരെ പറ്റിയാ പറയുന്നേ? ഞങ്ങളെ പറ്റി. സബ്ജക്ട് ചെയ്ത ആളാണല്ലോ സബ്ജക്ട്, അത് വന്നു. അത് കഴിഞ്ഞ് വേർബ് വന്നു, വി സ്റ്റാർട്ടഡ് വന്നു, അല്ലേ? പക്ഷെ ഈ ഒരു കാര്യം ഞാൻ ഇനി ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് പറയാൻ പോവാണ്. അതായത് നേരത്തെ പുറപ്പെട്ടിട്ട് കൂടി ഞങ്ങള് താമസിച്ചാണ്, വൈകിയാണ് എത്തിയത് എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ എന്താ പറയുന്നത് നോക്കൂ. ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ഏർലി വി അറൈവ്ഡ് ലേറ്റ്. അപ്പൊ ആ സെന്റൻസിന്റെ രണ്ടാമത്തെ ഭാഗം 2 സ്ഥലത്തും ഒരുപോലെയാണ്. വി അറൈവ്ഡ് ലേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. തുടക്കത്തിലാണ് 2 സ്ഥലത്തും വ്യത്യാസം വന്നത്. ഓൾദോന്റെ കൂടെ എന്താ പറഞ്ഞേ? ഓൾദോ വി സ്റ്റാർട്ടഡ് ഏർലി. ഇൻസ്പൈറ്റ് ഓഫിന്റെ കൂടെയോ? ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ഏർലി. അവിടെ വി ഒന്നും വേണ്ട, സബ്ജക്ട് വേണ്ട. ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ഏർലി. എന്താ ചെയ്തേ? നമ്മള് നേരത്തെ ഇറങ്ങി. അപ്പൊ നേരത്തെ ഇറങ്ങൽ നടത്തിയിട്ടും എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇൻസ്പൈറ്റ് ഓഫ് സ്റ്റാർട്ടിങ് ഏർലി വി അറൈവ്ഡ് ലേറ്റ്. ഇതൊന്ന് നോക്കിയേ. ടയർഡ് ആയിരുന്നെങ്കിലും ഞാൻ ജോലിക്ക് പോയി. ഓൾദോ ഐ വാസ് ടയർഡ് ഐ വെന്റ് ടു വർക്ക്, അല്ലേ? ഇനി ഇത് നോക്കൂ. ടയർഡ് ആയിരുന്നിട്ടും ഞാൻ ജോലിക്ക് പോയി. അതായത് ടയർഡ് ആയിരുന്നിട്ട് പോലും ഞാൻ ജോലിക്ക് പോയി. ഇൻസ്പൈറ്റ് ഓഫ് യൂസ് ചെയ്ത് പറയൂ. ഇൻസ്പൈറ്റ് ഓഫ്
ആയിരുന്നിട്ടും എന്ന് പറയണം. അപ്പൊ ഇവിടെ ടയറിങ് എന്ന് പറഞ്ഞാൽ പോരാ, ടയർഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ആഡ്ജക്റ്റീവ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ക്ഷീണിത, അതൊരു അവസ്ഥയല്ലേ, ക്ഷീണിതയായിരിക്കുന്ന അവസ്ഥയല്ലേ, അവിടെ നമ്മൾ ബീയിങ് കൊണ്ടുവരണം. മനസ്സിലായോ? ടയർഡ് ആയിരുന്നിട്ടും എന്ന് പറയാൻ എന്താ പറയുന്നേ? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ടയർഡ് ഐ വെന്റ് ടു വർക്ക്. മനസ്സിലായോ? അപ്പോ ഹാപ്പി ആയിരുന്നിട്ടും എന്ന് പറയണമായിരുന്നെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഹാപ്പി എന്ന് പറയുമായിരുന്നു. ക്ലിയർ ആയില്ലേ? ഒരു ആഡ്ജക്റ്റീവ് വരുമ്പോ ഇങ്ങനെ ബീയിങ് ചേർത്ത് പറയണം. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സാഡ്, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ആംഗ്രി, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ഹംഗ്രി എന്നൊക്കെ പറയും. നല്ല ട്രാഫിക് ഉണ്ടായിരുന്നിട്ടും അവര് സമയത്തെത്തി. അപ്പൊ മലയാളത്തിൽ നമ്മൾ പലപ്പോഴും ഇങ്ങനെ നല്ല ട്രാഫിക് എന്നായിരിക്കും പറയുന്നത്. അതിന്റെ അർത്ഥം ഗുഡ് എന്ന മീനിങ്ങിലല്ല, ഭയങ്കരമായ നല്ല ഗതാഗത കുരുക്ക് എന്നൊക്കെ പറയില്ലേ, ആ അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ നമുക്ക് ഹെവി ട്രാഫിക് എന്ന് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ ഹെവി ട്രാഫിക്, ട്രാഫിക് എന്ന് പറയുന്ന ആ ഭയങ്കര ഗതാഗത കുരുക്ക് എന്ന് പറയില്ലേ, അതൊരു നൗണായിട്ട് വന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ നമുക്ക് ഇനി ING ചേർത്ത്, വേർബിന്റെ കൂടെ ING ഒന്നും ചേർക്കണ്ട, നമുക്കൊരു നൗൺ ഉണ്ടല്ലോ. എന്താ പറയാ? ഇൻസ്പൈറ്റ് ഓഫ് ഹെവി ട്രാഫിക് they arrived on time. അപ്പൊ അവിടെയും ഇൻസ്പൈറ്റ് ഓഫ് കഴിഞ്ഞൊരു നൗൺ വന്നു. ഇൻസ്പൈറ്റ് ഓഫ് ഹെവി ട്രാഫിക് they arrived on time. ഇതേപോലെ തന്നെ നൗൺ തന്നെ വരുന്ന വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ബഹളം ഉണ്ടായിരുന്നിട്ടും ഞങ്ങൾ നന്നായി ഉറങ്ങി. ഇവിടെ ബഹളം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭയങ്കര കോലാഹലം, ഒച്ചപ്പാട്, ശബ്ദം. ആ അർത്ഥത്തിൽ നമ്മളിവിടെ ബഹളം എന്ന് പറയാണ്. അതിനെ നമുക്ക് ഇംഗ്ലീഷില് നോയ്സ് എന്ന് പറയാം. അപ്പൊ അവിടെ സൗണ്ട് എന്നല്ല കേട്ടോ പറയാ, ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ശബ്ദം അതല്ല ഉദ്ദേശിക്കുന്നത്, ഒച്ചപ്പാട് എന്നുള്ള അർത്ഥത്തില് നോയ്സ് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു നൗൺ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ എന്ത് പറയും നമ്മള്? ബഹളം ഉണ്ടായിരുന്നിട്ടും. അപ്പൊ അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ദ നോയ്സ് വി സ്ലെപ്റ്റ് വെൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ നമുക്കൊരു നൗൺ ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ വേറൊരു വേർബിന്റെ കൂടെ അവിടെ ING ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻസ്പൈറ്റ് ഓഫ് ദ നോയ്സ് എന്ന് പറയാം. മുൻപ് നമ്മൾ ഇൻസ്പൈറ്റ് ഓഫ് ദ ട്രാഫിക് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇൻസ്പൈറ്റ് ഓഫ് ദ നോയ്സ് വി സ്ലെപ്റ്റ് വെൽ. അപ്പൊ എങ്ങനെയാണ് ഇൻസ്പൈറ്റ് ഓഫ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടില്ലേ? ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡിസ്പൈറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതേ കാര്യം എനിക്ക് ഇങ്ങനെ പറയാം, ഡിസ്പൈറ്റ് ദ നോയ്സ് വി സ്ലെപ്റ്റ് വെൽ. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ രണ്ട് സെന്റൻസസ് തമ്മിൽ? ആദ്യത്തതിൽ ഞാൻ ഉപയോഗിച്ചത് ഇൻസ്പൈറ്റ് ഓഫ് ആണ്, രണ്ടാമത്തതിലോ ഡിസ്പൈറ്റ്, ഒരൊറ്റ വാക്ക് ഡിസ്പൈറ്റ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് അറിയാതെ പിന്നെയും കൊണ്ടുപോയി ഓഫ് എഴുതാനുള്ള ഒരു ടെൻഡൻസി പലർക്കും ഉണ്ടാവും. അത് ശ്രദ്ധിക്കണം. ഡിസ്പൈറ്റ് ഓഫ് ഇല്ല, ഡിസ്പൈറ്റ് മാത്രം. ഓഫ് വരുന്നത് ഇൻസ്പൈറ്റിന്റെ കൂടെയാണ്. ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ്, അല്ലെങ്കിൽ രണ്ടും ഒരേപോലെയായി യൂസ് ചെയ്യുക. ഡിസ്പൈറ്റ് ദ നോയ്സ് വി സ്ലെപ്റ്റ് വെൽ. ഇനി ഇത് താമസം ഉണ്ടായിരുന്നിട്ടും പരിപാടി വിജയമായിരുന്നു. അതായത് അവിടെ ഒരു ഡിലേ ഉണ്ടായി, എന്നിട്ടും ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് വിജയമായിരുന്നു എന്നാ പറയുന്നത്. അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഉപയോഗിച്ച് എങ്ങനെ പറയും? ഇൻസ്പൈറ്റ് ഓഫ് ദ ഡിലേ ദി ഇവന്റ് വാസ് എ സക്സസ്. ഇൻസ്പൈറ്റ് ഓഫ് ദ ഡിലേ. ഇതേ കാര്യം നമ്മൾ ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറയാൻ പോവാണ്. എന്ത് പറയണം? ഡിസ്പൈറ്റ് ദ ഡിലേ ദി ഇവന്റ് വാസ് എ സക്സസ് എന്ന് പറയും. അവിടെയും ഒരേപോലെയാണ് രണ്ടാമത്തെ ഭാഗം വന്നത്, കണ്ടോ? അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ദ ഡിലേ, അതിന് പകരം നമ്മളിവിടെ ഡിസ്പൈറ്റ് ദ ഡിലേ എന്ന് പറഞ്ഞു. ഡിസ്പൈറ്റ് കഴിഞ്ഞ് ഓഫ് വരരുത് കേട്ടോ. പക്ഷെ അടുത്തൊന്ന് നോക്കൂ. അസുഖം ഉണ്ടായിരുന്നിട്ടും അയാൾ മരുന്നൊന്നും കഴിച്ചില്ല. അവിടെ എന്താ പറഞ്ഞേ? അസുഖം ഉണ്ടായിരുന്നിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു നൗൺ ഫോം ആയിട്ടല്ല പറഞ്ഞത്, അല്ലെ? ഉണ്ടായിരുന്നിട്ടും എന്ന് പറഞ്ഞില്ലേ? എന്ത് പറയും? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക്. അസുഖമായിരുന്നിട്ടും, ആ ഒരു അർത്ഥത്തിലാണല്ലോ അസുഖം ഉണ്ടായിരുന്നിട്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ അസുഖമുള്ള അവസ്ഥ, അതുകൊണ്ടാണ് നമ്മളിവിടെ ബീയിങ് കൊണ്ടുവന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക് ഹി ഡിഡ്ന്റ് ടേക്ക് എനി മെഡിസിൻ. അതായത് മരുന്നൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് എനി മെഡിസിൻ എന്ന് പറഞ്ഞത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക് ഹി ഡിഡ്ന്റ് ടേക്ക് എനി മെഡിസിൻ. ഇനി ഇത് ഡിസ്പൈറ്റ് ഉപയോഗിച്ചൊന്ന് പറഞ്ഞു നോക്കൂ. ഡിസ്പൈറ്റ് ബീയിങ് സിക്ക് ഹി ഡിഡ്ന്റ് ടേക്ക് എനി മെഡിസിൻ എന്ന് പറയും. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫിന് പകരം നമ്മൾ ഡിസ്പൈറ്റ് വെച്ച സെന്റൻസ് തുടങ്ങി, അത്രയേ ഉള്ളൂ. ലേറ്റ് ആയിട്ടും അവൾക്ക് ബസ് കിട്ടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ലേറ്റ് ഷി ഗോട്ട് ദ ബസ്. അവിടെ ലേറ്റ് ആയിട്ടും എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് അവിടെ ബീയിങ് കൊണ്ടുവന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് ലേറ്റ് ഷി ഗോട്ട് ദ ബസ്, അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ബീയിങ് ലേറ്റ് ഷി ഗോട്ട് ദ ബസ്.
ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ ഈ ഇൻസ്പൈറ്റ് ഓഫ് ഡിസ്പൈറ്റിന്റെ ഉപയോഗത്തില്? എങ്കിൽ ഒരെണ്ണം കൂടെ കാണിക്കാം. പണക്കാരായിരുന്നിട്ടും അവർ ലളിതമായാണ് ജീവിക്കുന്നത്. അവിടെ എങ്ങനെയാ പറയുക ഇൻസ്പൈറ്റ് ഉപയോഗിച്ച്? പണക്കാർ ആണ്, അതായത് റിച്ച് ആണ്, സമ്പന്നർ ആണ്, അല്ലെ? ഇവിടെ എന്ത് പറയും? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച്, ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച് they live a simple life. അവര് ലളിതമായ ഒരു ജീവിതമാണ് നയിക്കുന്നത്. they live a simple life. അപ്പൊ അവിടെ എങ്ങനെയാണ് ബീയിങ് വന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഇതേ കാര്യം ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് ഓർത്തു നോക്കൂ. ധാരാളം പണം ഉണ്ടായിരുന്നിട്ടും അവർ ലളിതമായ ജീവിതമാണ് നയിക്കുന്നത്, അവർ ലളിതമായാണ് ജീവിക്കുന്നത്. അവിടെ എങ്ങനെ പറയും? ഇവിടെ ഞാൻ പറഞ്ഞത് പണക്കാരായിരുന്നിട്ടും എന്നല്ല, ധാരാളം പണം ഉണ്ടായിരുന്നിട്ടും എന്നാണ്. അപ്പൊ ഇവിടെ ബീയിങ് അല്ല പറയേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നു എന്നല്ലേ പറയേണ്ടത്. അപ്പൊ അവിടെ എന്ത് പറയും? ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി. കണ്ടോ, പണം ഉണ്ടായിരുന്നു എന്ന് പറയണ്ടേ, അതുകൊണ്ടാണ് ഹാവിങ് ആ ഒരു ING ചേർത്തത് ഹാവിന്റെ കൂടെ. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി they live a simple life. അപ്പൊ രണ്ട് രീതിയിൽ ഒരേ കാര്യം പറഞ്ഞത് കണ്ടോ. ആദ്യം പറഞ്ഞത് അവര് റിച്ച് ആയിരുന്നിട്ടും, അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് റിച്ച്. രണ്ടാമത്തേൽ പറഞ്ഞത് അവർക്ക് ഒരുപാട് പണം ഉണ്ടായിരുന്നിട്ടും, അതുകൊണ്ട് ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ലോട്ട് ഓഫ് മണി they live a simple life. ഇതേപോലെ ഈ ഹാവിങ് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു എക്സാമ്പിളോട് ഞാൻ പറയാം. ജോലി ഉണ്ടായിരുന്നിട്ടും അയാൾക്ക് സന്തോഷമില്ല, അതായത് അയാൾ ഹാപ്പി അല്ല എന്ന്. എന്ത് പറയും? ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ജോബ് he is not happy, അല്ലെങ്കിൽ he is unhappy. ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ജോബ്, ജോലി ഉണ്ടായിരുന്നിട്ടും എന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഇൻസ്പൈറ്റ് ഓഫ് ഹാവിങ് എ ജോബ് he is not happy. ഇത് നമ്മൾ എങ്ങനെയാ ഡിസ്പൈറ്റ് ഉപയോഗിച്ച് പറയാ? ഡിസ്പൈറ്റ് ഹാവിങ് എ ജോബ് he is not happy. ഇൻസ്പൈറ്റ് ഓഫിന് പകരം ഡിസ്പൈറ്റ് കൊണ്ടുവന്നാൽ മതിയല്ലോ, ബാക്കിയെല്ലാം ഒരേപോലെയാണ്. ഡിസ്പൈറ്റ് ഹാവിങ് എ ജോബ് he is not happy. അപ്പോ ഒരേ കാര്യം എങ്ങനെയാണ് ഓൾദോ, ഹൗഎവർ, ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ് ചേർത്ത് പറയുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഒരൊറ്റ എക്സാമ്പിൾ കൊണ്ട് ഇത് നാലും കാണിക്കാം. സുഖമില്ലായിരുന്നെങ്കിലും അവൻ സ്കൂളിൽ പോയി എന്നാണ് പറയേണ്ടത് കേട്ടോ. ഓൾദോ ചേർത്ത് എങ്ങനെ പറയും? ഓൾദോ he was sick he went to school. ക്ലിയർ ആണല്ലോ. അല്ലെങ്കിൽ he went to school although he was sick എന്ന് പറയാം. ഇത് however ചേർത്ത് എങ്ങനെയാ പറയാ? ഓർക്കണം. അപ്പൊ അതവിടെ ഒരു ലോങ് സെന്റൻസ് ആയിട്ടല്ല വരിക. he was sick however he went to school. ക്ലിയർ ആയില്ലേ? ഇനി ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എങ്ങനെ പറയും? ഇൻസ്പൈറ്റ് ഓഫ് ബീയിങ് സിക്ക് he went to school. ഡിസ്പൈറ്റ് ആണെങ്കിലോ? ഡിസ്പൈറ്റ് ബീയിങ് സിക്ക് he went to school. ക്ലിയർ ആയോ? 100%. ഇനി അടുത്ത നോക്കാം. ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. പഠിച്ചാൽ പോലും ഞാൻ ജയിക്കില്ല. ഒരാള് ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിച്ച് പറയാട്ടോ, പഠിച്ചാൽ പോലും ഞാൻ ജയിക്കില്ല എന്ന്. അവിടെ എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? നമ്മള് അങ്ങനെ ഒരു കാര്യം വെറുതെ ഇമാജിൻ ചെയ്ത് പറയുകയാണല്ലേ, ശരിക്കുള്ള കാര്യമല്ലല്ലോ ഈ പറയുന്നത്. ഇങ്ങനെ ആയാൽ പോലും ജയിക്കില്ല എന്നൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്യാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുക ഒരു പുതിയൊരു ഫ്രേസ് ആണ്, ഒരു പുതിയൊരു കണക്ടർ ആണ്, ഈവൻ ഇഫ്. എന്ത് പറയുന്ന അറിയാമോ? ഈവൻ ഇഫ് ഐ സ്റ്റഡി ഐ വോണ്ട് പാസ്. ഐ വോണ്ട് എന്ന് വെച്ചാൽ ഐ വിൽ നോട്ട് എന്ന്. ഐ വിൽ നോട്ട് പാസ്. പഠിച്ചാലും ഞാൻ ജയിക്കില്ല. ഈവൻ ഇഫ് ഐ സ്റ്റഡി ഐ വോണ്ട് പാസ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നുണ്ടാവും, അപ്പൊ എന്താണ് ഈവൻ ഇഫും ഈവൻ ദോവും തമ്മിലുള്ള വ്യത്യാസം എന്ന്? ദാ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ. ഞാൻ പഠിച്ചിട്ടും പാസ്സായില്ല. അവിടെ എന്താ വ്യത്യാസം? ഇത് ഇമാജിൻ ചെയ്യുന്നതല്ല, ശരിക്കും നടന്ന കാര്യമാണ്, കഴിഞ്ഞ കാര്യമാണ്. ഞാൻ പഠിച്ചു എന്നിട്ടും പാസ്സായില്ല. അപ്പൊ ഇതൊരു റിയൽ ആയിട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അവിടെ എന്ത് പറയും? ഈവൻ ദോ ഐ സ്റ്റഡീഡ് ഐ ഡിഡ്ന്റ് പാസ്. വ്യത്യാസം മനസ്സിലായോ? ഈവൻ ദോ ഐ സ്റ്റഡീഡ് ഐ ഡിഡ്ന്റ് പാസ്. ഇനി ഇത് നോക്കൂ. മഴ പെയ്താലും ഞങ്ങൾ പുറത്തു പോകും. അതായത് അങ്ങനെ സംഭവിച്ചാൽ പോലും ഞങ്ങൾ പുറത്തു പോകും എന്നല്ലേ പറയുന്നേ. എന്ത് പറയും? ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ഗോ ഔട്ട്. അതായത് നോ മാറ്റർ വാട്ട്, എന്ത് തന്നെ ആയാലും എന്ന അർത്ഥത്തിൽ പറയാണ്. അപ്പൊ ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഇമാജിൻ ചെയ്യാണ്. ഇനി മഴ എങ്ങാനും പെയ്താലും ഞങ്ങൾ പോകുന്നു. അപ്പോഴാ പറയുന്നത് ഈവൻ ഇഫ് ഇറ്റ് റെയിൻസ് വി വിൽ ഗോ ഔട്ട്. അപ്പൊ ഈവൻ ദോ ഉപയോഗിക്കുന്ന എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ? എങ്ങനെ ആയിരുന്നാലാണ് ഈവൻ ദോ ഉപയോഗിക്കാൻ പറ്റുക? മഴ പെയ്തിട്ടും ഞങ്ങൾ പുറത്ത് പോയി എന്ന് പറയണമായിരുന്നെങ്കിലോ? റിയൽ ആയിട്ട് നടന്നൊരു കാര്യമാണ്. മഴ പെയ്തു
എന്നിട്ടും ഞങ്ങൾ പോയി. അവിടെ പറയും ഈവൻ ദോ ഇറ്റ് റെയിൻഡ് വി വെന്റ് ഔട്ട്. ഇത് നോക്കൂ, ഞാൻ അവരോട് സത്യം പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല. അപ്പൊ നമ്മളിങ്ങനെ ഒരു കാര്യം ഇമാജിൻ ചെയ്യാണ് അല്ലെ, പറഞ്ഞിട്ടില്ല പറഞ്ഞാലും എന്ന് പറയാണ്. അവിടെ ഈവൻ ഇഫ് ഐ ടെൽ ദം ദ ട്രൂത്ത് ദേ വോണ്ട് ബിലീവ് ഇറ്റ്. ഞാൻ അവരോട് സത്യം പറഞ്ഞാലും, ഈവൻ ഇഫ് ഐ ടെൽ ദം ദ ട്രൂത്ത് ദേ വോണ്ട് ബിലീവ് ഇറ്റ്. പക്ഷെ ഇങ്ങനെ പറയായിരുന്നെങ്കിലോ, ഞാൻ അവരോട് സത്യം പറഞ്ഞിട്ടും അവര് വിശ്വസിച്ചില്ല. അവിടെയോ ഈവൻ ദോ ഐ ടോൾഡ് ദം ദ ട്രൂത്ത് ദേ ഡിഡ്ന്റ് ബിലീവ് ഇറ്റ്. മനസ്സിലായോ? പാസ്റ്റ് ടെൻസ് വന്നത് ഞാൻ അങ്ങനെ ചെയ്തു എന്നിട്ടും അവർ വിശ്വസിച്ചില്ല എന്ന്. ഈവൻ ദോ ഐ ടോൾഡ് ദം ദ ട്രൂത്ത് ദേ ഡിഡ്ന്റ് ബിലീവ് ഇറ്റ്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കണക്ടേഴ്സിനെ കണ്ടു അല്ലെ. ബട്ട്, യെറ്റ്, ഓൾദോ, ഹൗഎവർ, ഇൻസ്പൈറ്റ് ഓഫ്, ഡിസ്പൈറ്റ്, പിന്നെ ഈവൻ ഇഫ്, ഇതെല്ലാം നമ്മളിന്ന് കണ്ടതാണല്ലോ. അപ്പൊ ഞാൻ ഇന്നിതിന് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. അതിൽ ആദ്യത്തത് ഞാൻ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് തരുന്നത്. ഞാനിവിടെ 2 സെന്റൻസസ് പറയുന്നുണ്ട്. അത് രണ്ടും ചേർത്ത് നിങ്ങളൊരു പുതിയ സെന്റൻസ് ഉണ്ടാക്കണം. പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം സെന്റൻസസ് നോക്കൂ. ഹി ഹാസ് എ ഡ്രൈവിംഗ് ലൈസൻസ്, ഹി നെവർ ഡ്രൈവ്സ് എന്നാണ് ഞാൻ പറയുന്നത്. അതായത് അയാൾക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്, പക്ഷെ അയാൾ ഒരിക്കലും ഡ്രൈവ് ചെയ്യാറില്ല എന്ന്. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിൽ തന്നെ ഞാൻ 2 സെന്റൻസസ് തന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ജോയിൻ ചെയ്യണം. എങ്ങനെ? 4 രീതിയിൽ. ആദ്യത്തത് ഒന്നില്ലെങ്കിൽ ബട്ട് അല്ലെങ്കിൽ യെറ്റ്, ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് ജോയിൻ ചെയ്യൂ. അതാണ് ആദ്യത്തത്. രണ്ടാമത്തത് ഓൾദോ ഉപയോഗിച്ച് ജോയിൻ ചെയ്യൂ. അവിടെ ഓൾദോയ്ക്ക് പകരം ദോ അല്ലെങ്കിൽ ഈവൻ ദോ ഏത് വേണമെങ്കിലും വരാമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് ഇതേ കാര്യം നിങ്ങൾ ഹൗഎവർ യൂസ് ചെയ്ത് പറയണം. അപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ബട്ട് ഉപയോഗിക്കുമ്പോൾ അതെവിടെയാണ് സെന്റൻസിന്റെ ഏത് ഭാഗത്താണ് വരേണ്ടത്, അതുപോലെ ഓൾദോ ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെയാ വരേണ്ടത്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഹൗഎവർ യൂസ് ചെയ്യുമ്പോൾ അതൊരു പുതിയൊരു സെന്റൻസ് ആയിട്ട് തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇനി നാലാമത്തത് നിങ്ങളിത് ജോയിൻ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് അല്ലെങ്കിൽ ഡിസ്പൈറ്റ്, ഇത് ഉപയോഗിച്ച് ജോയിൻ ചെയ്യൂ. ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. രണ്ടും ഏകദേശം ഒരേപോലെയല്ലേ. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് ജയിച്ചാലും അയാൾ ഡ്രൈവ് ചെയ്യില്ല. ഇതെങ്ങനെയാണ് ഈവൻ ഇഫ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുക, അതായത് ജോയിൻ ചെയ്യുക, ഒറ്റ സെന്റൻസ് ആയിട്ട് പറയുക. അതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ ആകെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ക്ലിയർ ആണല്ലോ നിങ്ങളുടെ ടാസ്ക് എന്താണെന്നുള്ളത്? അപ്പോൾ നന്നായിട്ട് ആലോചിച്ച് ആൻസർ ചെയ്യൂ. ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ. ഇത് യൂസ്ഫുൾ ആവുന്ന ആരെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, നിങ്ങളുടെ സർക്കിളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കൂ ഈ വീഡിയോ. അപ്പൊ ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം. അതുവരെ ബൈ.